താരും തളിരും ഒക്കെ നമ്മളെ എപ്പോഴും ഓർക്കുകയും പാടുകയും പാടാൻ ശ്രമിച്ച് പരാജയപ്പെടുകയൊക്കെ ചെയ്യുന്ന പാട്ടാണ്. അപ്പോൾ അതത്ര ബുദ്ധിമുട്ടുള്ള പാട്ടൊന്നുമല്ലല്ലോ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു താരാട്ട് പോലത്തെ പാട്ടുണ്ട്. അത് അത്രയും ഭംഗിയിൽ സാറ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ പാട്ടുകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എനിക്ക് ഷിബുചേട്ടൻ്റെ യവന കഥയിൽ നിന്ന് വന്ന ഇടയകന്യക എന്ന് പറയുന്ന പാട്ട് ഇഷ്ടമാണ്. അതേപോലെ തന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് മൂക്കില രാജ്യത്തിലെ കാശിത്തുമ്പക്കാവായി നീലവാനം. അതിൻ്റെ ഒരു ടെമ്പോ ഇല്ലേ, ഇതൊക്കെ ഭയങ്കര ഭാവതീവ്രമായി നമ്മൾ ആസ്വദിക്കുമ്പോൾ, മറ്റേന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒരു അങ്ങനെ പറയുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞതുകൊണ്ട്. കാശിത്തുമ്പക്കാവായി നീലവാനം മനമിളകി പുന്നാന ചന്തം സംതിങ് ലൈക്ക് ദിസ്. ഈ പാട്ട് തന്നെയാണ് ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ഓമലേ എൻ ജീവനിൽ അമൃതേ കാണായി വീണും നിന്നിലേതോ ഓർമ്മകളായി കിനാവിലെ മുത്തായി നീ വന്നു. രണ്ടും ഒരാളെ എഴുതിയത്. അതെ അതെ, അദ്ദേഹത്തിന് പോലും മനസ്സിലായില്ല അതെന്നെ രണ്ടും ഒരേ ട്യൂണാണെന്ന്. ഓ അടിപൊളിയായിട്ടുണ്ട്. അത് ഞങ്ങൾക്കറിയാം, അതിൻ്റെ താളവും അതിൻ്റെ ഫ്രേസുകളും മാറുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ബേസിക് സ്ട്രക്ചർ ഓഫ് നൊട്ടേഷൻസ് ഇസ് വെരി സിമിലർ. കൈതപ്രത്തെ കുറിച്ച് പറയുമ്പോൾ സാറിൻ്റെ തന്നെ ഉള്ളടക്കത്തിൽ ഉള്ള പാട്ടിനെ കുറിച്ച് ഒരുപാട് പേര് നിരൂപകരൊക്കെ പ്രശംസിച്ചിട്ടുണ്ട്. കാരണം കൂരിരുൾ ചിമിഴിൽ ഞാനും മൗനവും മാത്രം എന്ന് പറയുന്ന ഒറ്റ വരി കൊണ്ട് ആ പടത്തെ തന്നെ ആ പാട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് സംസാരിക്കാറുണ്ട്. അതേപോലെ ശ്യാം സാറ് തന്നെ ഇടയ്ക്ക് കൈതപ്രത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അഗ്നിസാക്ഷി എന്ന് പറയുന്ന പടത്തില് വാർത്തിങ്കളുദിക്കാത്ത വാസന്തരാത്രിയിൽ എന്തിനീ അഷ്ടമംഗല്യം, അതിനകത്ത് ഇനി എത്ര ഋതുക്കളെ കൈകൂപ്പണം, ജന്മം ഇനി എത്ര ദൂരം പോകണം, ആ സിനിമയുടെ കോൺസെപ്റ്റ് അതായിരുന്നു എന്നാണ് ശ്യാം സാർ പറയുന്നത്. അത്രയും ഒരു കോൺസെപ്റ്റിനെ സിനിമയിലേക്ക് ആക്കാൻ കഴിഞ്ഞു എന്ന് പറയില്ലേ, അതേപോലെ മൗനം സ്വരമായി പൊൻവീണ ആയുഷ്കാലത്തിലെ പാട്ട് ആവർത്തിച്ചിപ്പോഴും കേൾക്കുന്ന പാട്ടാണ്. ഈ കാശിത്തുമ്പ കേൾക്കുന്ന അത്രയും പ്രാവശ്യവും ഞാൻ കേൾക്കുന്ന ഒരു പാട്ടാണ്. വളരെ റീസെന്റ് ആയിട്ടാണ് അതിന് പെട്ടെന്നൊരു പുനർജന്മം കിട്ടിയ പോലെ വന്നത്. കവർ സോങ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശിത്തുമ്പ അന്ന് അത് ആ ഒരു പടത്തിലൊരു കോമഡി പടത്തിലൊരു പാട്ട് അത്രേ ഉള്ളൂ. പടം നല്ല പടം ഹിറ്റപ്പെടാറ്, പക്ഷെ അന്നൊന്നും ആരധികം ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പം അത് വളരെ റീസെന്റ് ആയിട്ട് ഭയങ്കര ഹിറ്റായി. മൗനം സ്വരമായി അത് പടം ഭയങ്കര രസമുള്ളൊരു പടമാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിരുന്നു അന്ന് എഹെഡ് ഓഫ് ടൈം റിലീസ് ചെയ്ത പടമാണ്. കാരണം അന്ന് ആ ഒരു കോൺസെപ്റ്റ് ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ഹാർട്ട് ഇനിയൊരാൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊക്കെ വളരെ പുഷ്പം പോലെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് അതൊരിക്കലും സാധിക്കുമായിരുന്നില്ല. അത് അവിടെ ഇവിടെയൊക്കെ അമേരിക്കയിലൊക്കെ 1-2 പേര് ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് വിട്ട്. പക്ഷെ പിന്നീട് ടി വിയിൽ വന്നപ്പോഴാണ്, അതുകൊണ്ട് തന്നെയാണ് ആ പാഠം ഇറങ്ങിയപ്പോൾ ആ മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയൂതി ദൂരെ ഇത് അന്ന് എനിക്കും സംവിധായകനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. പക്ഷെ അത് അന്ന് എന്തോ കാരണം കൊണ്ട് എനിക്കറിഞ്ഞൂടെ, അന്ന് അത് അങ്ങോട്ട് വിചാരിച്ച പോലെ അധികം അങ്ങോട്ടൊന്നും ശ്രദ്ധിച്ചു. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിന് ഭയങ്കര എവിടെ പോയാലും മൗനം സ്വരമായി എന്നുള്ള പാട്ട്
അത് ഓഫ് കോഴ്സ് നമ്മൾ ഇങ്ങനത്തെ മീഡിയ അല്ലേ താരും തളിര് നമ്മളൊരു കാലഘട്ടം മുഴുവൻ ആഘോഷിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലെയർ ചില പാട്ടുകൾ ഇങ്ങനെ ഹിറ്റാവുമല്ലോ. ഇപ്പം ആഘോഷിക്കുന്ന പാട്ടുകളിലൊന്നാണ് ഇപ്പോൾ അറിയാതെ എന്ന് പാടിയ തന്നെ ആൾക്കാർക്ക് പെട്ടെന്ന് ആ പാട്ട് ഏതാണെന്ന് മനസ്സിലാവും അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അത്രയും ഭയങ്കര രസമുള്ള പാട്ടാണ്. അതേപോലെ തന്നെ ആ ഗണത്തിൽ വരുന്നൊരു പാട്ടാണ് ഒരു പൂവിനെ നിശാശലഭം, ഗിരീഷേട്ടൻ്റെ വരികൾ, മീനത്തിൽ താലി. അയ്യോ അത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ. എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കമ്പോസിഷനാണ്. ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പൂവിനെ നിശാശലഭം തൊട്ടുണർത്തും യാമമായി നറുനിലെ നിലാക്കുളിരും നാദി നാമമായി തരരാരിരാരി തരരാ തരരീര താരിര ഒരു പൂവിനെ ഒരു പൂവിനെ നിശാശലഭം നിശാശലഭം. അങ്ങനെ ക്രൊമാറ്റിക് ആയിട്ടുള്ള ഇതൊക്കെ വന്നിട്ടുണ്ട്. അത് ദാസേട്ടനും സുചു അപാരമായിട്ട് പാടിയിട്ടുണ്ട്. പാടിയതിന് എത്ര ഷേക്കൻഡോ അവാർഡോ കൊടുത്താലും മതിയാവില്ല, അത്രയും രസം. എന്തൊരു ഫീലാണ്. എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അത് സുജു ആണ് ആദ്യം പാടിയത് ആ പാട്ട്. സുജു ഫുള്ളായിട്ട് പാടിയിട്ടുണ്ട്. നമുക്ക് പടത്തിലേക്ക് ഡുവറ്റായിട്ട് വേണം. അപ്പോൾ അത് സുജു ഫുള്ളായിട്ട് പാടിയതിന് ശേഷം ദാസേട്ടൻ ശരിക്കും സുജു പാടിയത് അത്രയും ഇഷ്ടമായി. എന്നിട്ട് ദാസേട്ടൻ പറഞ്ഞു അന്നാ ഇത് ഞാനൊന്ന് ശരിക്കൊന്ന് പെരുമാറും എന്ന് പറഞ്ഞിട്ട് ദാസേട്ടൻ പാടി കഴിഞ്ഞ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പറയാനുണ്ട്. ആ തൊണ്ടയിൽ ആ ശബ്ദത്തിൽ നിന്ന് ആ പാട്ട് എക്സ്പ്രഷൻ മനസ്സിൽ വളരെയധികം ഇഷ്ടപ്പെട്ട് പാടിയ പാട്ടാണ്. ശരിക്കും ഹെഡ്സെറ്റ് വെച്ച് രാത്രി കേട്ട് കഴിഞ്ഞാൽ ലൂപ്പടിച്ച് നമ്മൾ അങ്ങനെ പൊക്കോണ്ടിരിക്കും. വേറൊരു പാട്ടിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ തോന്നാത്ത രീതിയിലുള്ളൊരു ഫീലാണ്. ആവർത്തിച്ച് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ. ഈ അതേ ജോണറിൽ വരുന്ന വേറൊരു പാട്ടായിട്ട് ഞാൻ സങ്കല്പിക്കുന്ന പാട്ടാണ് ഇരുമയും ഒരു മനസ്സും. അത് ഈ പറഞ്ഞ പോലെ ഞാനൊക്കെ എന്നേ മറന്നുപോയ പാട്ടാ, എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നീട് പലരും അത് പറഞ്ഞു ഒരു മെയ് ഇരുമൈ എന്നൊക്കെ പറയുന്നത്. അത് ഭയങ്കര രസമാണ്. ഇരുമയും ഒരു മനസ്സും ഈറനാകും. എനിക്കത് നല്ല ഓർമ്മയുണ്ട്. ഇതൊക്കെ ഞാൻ ട്രാക്ക് നല്ല ഭംഗിയിൽ പാടിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ഇപ്പം പിന്നീട് ആ പാട്ടുകളൊന്നും ഞാൻ കേട്ടിട്ടുമില്ല. നമ്മളത് അങ്ങനെ അന്ന് ഹിറ്റായിരുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മളത് നമ്മുടെ ഇതിൽ നിന്ന് ഓർമ്മയിൽ നിന്ന് വരികളൊക്കെ പോയി സത്യത്തിൽ. അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. പക്ഷേ പിന്നീട് ഓരോരുത്തർ പറയുമ്പോൾ ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും എന്നെ ഒരുപാട് പേര് ഇത് എൻ്റെ അടുത്ത് പറഞ്ഞു ഗംഭീര പാട്ടാണ്. ഒരു പലർക്കും വളരെ പേഴ്സണലായിട്ട് ആ പ്രത്യേകിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആ കോൺസെപ്റ്റ് അതിൽ രസമായിട്ട് നമ്മുടെ ഇങ്ങനെ എഴുതി തന്നിട്ടുണ്ട് രമേശൻ സാറ്. ഈ കൈതപ്രത്തിൻ്റെ പാതിരാമഴ പറയുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വിടാൻ പാടില്ലാത്ത പാട്ടാണ് അന്തിവയിൽ പൊന്നുതിരും. പിന്നെ അത് ഒരുപാട് തരത്തിലുള്ള, അതായത് എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും രണ്ടാമത് ഹിറ്റാവാൻ സാധ്യത ഉണ്ടായിരുന്ന ഹിറ്റായ ഇപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുന്ന പാട്ടാണ് അന്തിവയിൽ. അതിൽ ഇടയ്ക്കൊക്കെ കാറ്റിൻ ചെപ്പു കിലുങ്ങി അത് കുറേ നല്ല രസം, നല്ല മെലഡി പോകുന്നുണ്ട് അതിൻ്റെ. തരരാങ്കുരം ഇതു നമ്മൾ ചേരും സ്മിതന്തരാഗം അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജന താഴ്വരയിൽ. ഈ കുറച്ച് ഫീല് കൂടുതൽ വന്നിട്ട് ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകൾ ശരിക്കും ഒരേ കടലിലെ ശുഭവന്തുവരാളിയിൽ ചെയ്തിട്ടുള്ള പാട്ടുകൾ എല്ലാ പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ യമുന വെറുതെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രണയസന്ധ്യ അത് ശരിക്കും ബോംബെ ജയശ്രീ മാഡത്തിന്റെ വോയിസിൽ വന്നിട്ടുള്ള ഹസ്കിനെസ്, അത് ആവർത്തിച്ച് നമ്മൾ ആ ഹസ്കിനെസ് കേൾക്കാൻ വേണ്ടിയിട്ട്. അത് ആ ലോ വോയിസ് ആണ്, ലോ രജിസ്ട്രേഷൻ ആണ്. അപ്പൊ ഭയങ്കര പവറാണ് ലോയിൽ പാടുമ്പോൾ. ഒരു ഡിഫറൻസും നമുക്കത് കേൾക്കുന്നത്.